പിയുടെ ഉപ്പൂറ്റി ലോക്കായിട്ടുണ്ട്. ടെൻസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനാണ്. നമ്മൾ കയറണോ തിരിച്ചിറങ്ങണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കാരണം ഇപ്പം നമ്മൾ നിൽക്കണോടത്ത് ഇനിയും ഒരു 1:20 അത്രയും കിലോമീറ്റർ നമുക്ക് പോകാനുണ്ട്. ഇതിൽ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കയറാണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിറങ്ങാനായിട്ട് 6 കിലോമീറ്റർ കൂടുതൽ വഴിയുണ്ട്. പ്ലസ് 1 മണിക്കൂറിൽ ലേറ്റ് പോകും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഇടയിൽ വിടും. വെള്ളം ഒരു കാരണം നമ്മൾ ഇട്ടേനേക്കാളും താഴത്തേക്ക് ചെറുതായിട്ടൊന്ന് സാധനം താഴ്വുണ്ട്. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റാവും. ഇനി നമ്മൾ ഡിഫക്റ്റ് അവിടെ ഉണ്ടായിരുന്ന ഹട്ടിലുണ്ടായിരുന്ന ആൾക്കാരുടെ സാധനങ്ങളുണ്ട്. പിന്നെ ഇത്ര റിസ്ക് എടുത്ത് പോവാതിരിക്കുക, ഒറ്റയ്ക്ക് പോവാതിരിക്കുക, ഹൈക്ക് റെസ്പോൺസ്. നമ്മൾ ഒരു ചെറിയ ബ്രേക്ക് എടുത്തിക്കാണ്. കാരണം ആ മഞ്ഞിന്റെ സ്കീമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഷൂ ഫുള്ള് പിണ്ടി പിടിങ്ങിരിക്കും. എൻ്റെ പാൻറ്റും കീറി നൈസായിട്ട്. അപ്പോൾ ഈ ഷൂ ഒന്ന് ഊരി അതിൻ്റെ ഉള്ളിലത്തെ സോക്സൊക്കെ ഒന്ന് പിഴിഞ്ഞ് വെള്ളമൊക്കെ കളയാം എന്നുള്ളൊരിതിൽ നിൽക്കുകയാണ്. ഒട്ടും വെള്ളമില്ല അല്ലേ? പുതിയ സോക്സ് ഇട്ടും കാര്യമൊന്നുമില്ല. പിന്നെ ചെറുതായിട്ട് മഴ പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ടെന്ന്. അപ്പം അതൊരു വള്ളിയാവും എന്നുള്ളത് അറിയില്ല. ഇനിയിപ്പോൾ എന്തായാലും വലിയ ടാസ്ക് ഒന്നുമില്ല. പക്ഷെ നനഞ്ഞ് പിണ്ടിയാവും. റെയിൻകോട്ടുണ്ട്. നമുക്ക് ചായ സെറ്റ് ചെയ്യാനുള്ള പ്ലാനിലാണ്. നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. വളരെ ചെറിയ സംഭവമാണ് ഇത്. ഇത്രേ ഉള്ളൂ നമ്മുടെ ബേണർ. ഇത്ര സെറ്റപ്പ് ചെറിയ സംഭവം, വളരെ കുഞ്ഞിത്. പിന്നെ ഇത് നമ്മുടെ സിലിണ്ടർ, ഗ്യാസ് സിലിണ്ടർ. ഈ പി ഇതൊക്കെ സെറ്റ് ചെയ്യും. ഇതിലാണ് നമ്മൾ ചായ ഉണ്ടാക്കുക. അതെ, എന്തൊരു ചെറിയ സെറ്റപ്പാ. നമുക്ക് ആക്ച്വലി ഇന്നലെ ഹുട്ടയിൽ പോകുമ്പോൾ വിന്റർ റൂം ആയ കാരണം നമുക്ക് അറിയില്ലായിരുന്നു അവിടെ ഈ എല്ലാ സെറ്റപ്പും ഉണ്ടെന്ന്. അപ്പം അത് കാരണം നമ്മൾ ഇനിയിപ്പോൾ നമ്മൾ പെടണ്ട എന്ന് വിചാരിച്ച് എടുത്തു. സ്നോയൊക്കെ നല്ല സ്നോ, ഫ്രഷ് ആയിട്ടുള്ള സ്നോ അതിൽ നിന്ന് വാരി എടുക്കാനായിട്ട് പോയിക്കാം. സ്നോ വെച്ചിട്ടുള്ള ചായ. ഇച്ചിരി പൊടിയൊക്കെ ഉണ്ടാവും. ഇച്ചിരിയൊക്കെ ഒന്നും കുഴപ്പമില്ല. മനസ്സിലാവില്ല. സെറ്റ് നമ്മൾ കിടത്തി കളയണം. കാട് കത്തി പിടിക്കും. ഉരുക്കുണ്ട്, അടിയിന്ന് ഉരുക്കുണ്ട്. സാധനം ഇറങ്ങുന്നുണ്ട്. വർക്കിംഗ് ആണ് ഇപ്പൊ. ഞാൻ ഇങ്ങോട്ട് വെള്ളം ഉരുകുന്നത് നമ്മൾ ഇട്ടനേക്കാളും താഴത്തേക്ക് എത്തി. ചെറുതായിട്ടൊന്ന് സാധനം താഴ്വുണ്ട്. അപകടം പറ്റിയില്ലല്ലോ. ഇൻവിസിബിൾ ഫ്ലെയിം ആണ്. നല്ല ചൂടുണ്ട്. ഗ്യാസ് കൈ പൊള്ളാൻ നോക്കിട്ടോ. പുള്ളിയാ പൊട്ടുന്ന സാധനം എടുത്തായിരുന്നല്ലോ. അത് ഫുൾ എടുത്തു കഴിഞ്ഞാൽ അതൊക്കെ ഇടാനുള്ള വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ കുറച്ചുള്ള പിന്നെ കുറച്ചും കൂടെ എടുത്ത് ഐസിട്ടാ പറയുന്ന ഉള്ളി. എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ചായ ഉണ്ടാക്കാം. ഇത് 5 മിനിറ്റ് ഇരിക്കണം. ഞാൻ കഴിക്കാറുണ്ട് എന്തായാലും. ഇതെന്തത് കഴിക്കാൻ പറ്റാത്ത സാധനമൊന്നുമല്ല. നല്ല ടേസ്റ്റ്. അപ്പൊ 2 എടുക്ക്. നമ്മളിതൊരു ഇൻസ്റ്റന്റ് നൂഡിൽസ് പോലെ കാർട്ട് ഓഫ് വെൽ ബെറി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനമാണ്. ഇതില് ചെറിയ മറ്റേ കർട്ടോഫൽ പറഞ്ഞാൽ നമ്മുടെ ഉരുളക്കിഴങ്ങ് പിന്നെ ഇതില് സബോള വറുത്തതും പിന്നെ ബ്രെഡിന്റെ ക്രംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ ജസ്റ്റ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് ഇളക്കി 5 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു നല്ല ടേസ്റ്റുള്ള സംഭവമാണ്. 5 മിനിറ്റ് കഴിയുമ്പോൾ കാണാം. എങ്കിലും അത് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഇതിലേക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചാൽ മതി. കുറച്ചും കൂടെ ഐസ് ഇടേണ്ടി വരും. തയ്യൂല. എടുത്തിട്ട് വരാം. ഇതാണ് നമ്മൾ കുറച്ചും കൂടെ ഐസ് വേണം നമുക്ക്. ഇടക്കാല ഭക്ഷണമായിട്ട് കഴിക്കാൻ പോകുന്നത്. ഈ ലെവല് വരെ അതിലൊരു ഇനി ഇതിൽ 5 മിനിറ്റ്സ് അതിൽ വെക്കണം. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റാവും. ഇനി നമ്മൾ തുണി കത്തിപ്പിടിച്ചു. തുണി ചെറുതായിട്ടൊന്ന് കത്തിപ്പിടിച്ച ഒരു തുണി പോയിട്ടുണ്ട്. പറിച്ചെടുക്കാൻ ആണ് പെടാപ്പേട്. ഓക്കെ,
ഓക്കെ ചൂടുകളൊക്കെ പോയേ. ഇനി വീണ്ടും ഐസ് നിറയ്ക്കേണ്ടതാണ്. ഉണ്ടായിരുന്ന ചൂടുകളൊക്കെ പറ്റിപ്പോയി. നമുക്കിതുപോലെ അടിച്ചടിച്ച് നിറച്ച് വെച്ചാലും കുഴപ്പമില്ല, കാരണം വെള്ളമായി കഴിയുമ്പോൾ സാധനത്തിന്റെ ക്വാണ്ടിറ്റി കുറയുമല്ലോ. അത് കാരണം നമുക്ക് അങ്ങനെ എടുക്കാം. തീരെടുത്ത് എന്ത് ചെറിയ തീയാണെങ്കിലും വലിയ തീയാണെങ്കിലും കളിക്കുമ്പോൾ സൂക്ഷിക്കണം. വെരി ഡേഞ്ചറസ്. 5 മിനിറ്റ് ഇരിക്കണം. ഇത് നൈസായിട്ട് വരുന്നുണ്ട്. നമ്മുടെ ഒരു ഉപ്പുമാവിന്റെ പോലെയൊക്കെ സെറ്റായി വരുന്ന പോലെ അല്ലേ. നല്ല ടേസ്റ്റ് ആണ് ഇതിന്റെ. മറ്റേ ഇച്ചിരി ക്രഞ്ചി പോലത്തെ സാധനം ഇവിടെ ഉള്ളത് കടിക്കുമ്പോൾ നമുക്കൊരു ഫ്രഷ്. ഞാൻ ഇതുവരെ ഇത് കഴിച്ചിട്ടില്ല. ഒരെണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ട്, സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഇത് കഴിക്കാൻ പോണത്. അപ്പൊ ഈ ഒരു ആംബിയൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചുറ്റും ഹെവി മല, ഇതുവരെ അതെ ചെറിയൊരു മഴ. ഇനിയിപ്പോ ഇത് കഴിയുമ്പോൾ നമ്മൾ ചായയും കൂടി കുടിക്കും. അപ്പൊ അതിന് മുമ്പ് ഈ സാധനം ഒന്ന് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നോക്കുന്നുണ്ട് പി ഹെവി സാധനം പറഞ്ഞാൽ ഹെവി ഇച്ചിരി ചൂടുള്ള ഫുഡ് കഴിക്കാമല്ലോ. അത് ഇത് എല്ലാതും ഉണ്ട്, ശരി കറക്റ്റാ. മറ്റേ നമ്മള് സലാഡിലൊക്കെ ഇടണം മറ്റേ ക്രിസ്പി ബ്രെഡ്, പിന്നെ എനിക്ക് കർട്ടോഫൽ സലാഡ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതിന്റെ ഒരു ഫ്ലേവർ നന്നായിട്ട് കൂടി നിൽക്കുന്നുണ്ട്. പിന്നെ വേറെ ഇല എന്തിട്ടല്ലേ ഇതിന്റെ, പക്ഷെ എന്തായാലും സംഭവം ഒരു ഇങ്ങനെ 5 മിനിറ്റ് കൊണ്ട് നമ്മളിപ്പോ വല്ല ട്രിപ്പ് അല്ലെങ്കിൽ ഇതുപോലെ ഹൈക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനെ വല്ല ഹോട്ട് വാട്ടർ ഒക്കെ സെറ്റ് ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ടെങ്കിൽ ഭയങ്കര നല്ലതാണ്. ഇല്ലെങ്കിൽ നമ്മള് വീട്ടിലാണെങ്കിലും നമുക്ക് പെട്ടെന്നുള്ള കാര്യങ്ങളിലൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് ഒരു സേഫ്റ്റി സ്റ്റോക്ക് പോലെ എടുത്ത് വെക്കാവുന്ന ഒരു സാധനം. പിന്നെ വെച്ചാല് ഇൻസ്റ്റന്റ് നൂഡിൽസ് ഉണ്ട്. പക്ഷെ ഇൻസ്റ്റന്റ് നൂഡിൽസ് നമ്മള് ചൂടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത് ഫുള്ളായിട്ട് ഉള്ളിലത്തെ മൈദ വെന്തുണ്ടാവില്ല. അപ്പൊ കടിക്കും. ഞാൻ അതും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കടിക്കുമ്പോൾ നമുക്കൊരു ഫുള്ള് വെവാതെ പാസ്ത അല്ലേ, എന്ത് പറഞ്ഞാലും പാസ്തയാണ്. അപ്പൊ അത് എനിക്ക് ഇഷ്ടപ്പെടാറില്ല. ഇത് നല്ല ഉണ്ടാവായിരിക്കും. ഞാൻ 2-3 ട്രൈ ചെയ്തു, നോർമൽ ട്രൈ ചെയ്തു, മാഗിനിയും ട്രൈ ചെയ്തു. ഇതാണ് ഞാൻ ഇതെന്തായാലും നല്ല നൈസായിട്ട് ഇങ്ങനെ നല്ല ഇതായിട്ട് ഫ്ലേവേർഡ് പോലെ നല്ല വെന്ത് സെറ്റായി ഒരു വേവാത്ത ഫീലൊന്നും ഇല്ല. നൈസായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു മൂഡിലാണ്. ഒരെണ്ണം കൂടി നമുക്ക് സെറ്റ് ചെയ്യണം. അതിനുള്ള വെള്ളം ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ. കൊള്ളാല്ലേ? ഇഷ്ടപ്പെട്ടോ? ഇത്ര നേരം അയ്യോ ഡയലോഗ് ഇനി ഒരെണ്ണം എടുത്താൽ മതിയല്ലടാ, അയക്കണ്ട നമ്മുടെ ഇപ്പോഴത്തൊരു വ്യൂ ആണ് ഈ കാണുന്നത്. ഈ ഒരു പോയിന്റും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിതും 360 ആയിട്ട് മലകളുള്ളത് കഴിയും. പിന്നെ ഇത് സൂര്യൻ നൈസായിട്ട് വരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സൺറൈസ് കാണാൻ വേണ്ടി നമ്മൾ കുറേ നേരം നോക്കിയിരുന്നു കാലത്ത്, പക്ഷെ നടന്നില്ല. ചായക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. ചായ തിളച്ച് വരുന്നത്. പി ചായ തിളച്ചാ ചൂടായിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ചൂട് കഴിഞ്ഞ് ചായപ്പൊടി ഇട്ടിട്ട് കത്തണൊക്കെ ഉണ്ട്. ഇതൊന്നും കാണാൻ പറ്റുന്നില്ല നമുക്ക് ഈ ഒരു ഓപ്പൺ സ്പേസ് ആയതുകൊണ്ട്. നമുക്ക് ഇരിക്കാനുള്ള ഒരു സെറ്റപ്പും ഇവിടെ തന്നെ കിട്ടിയതുകൊണ്ട് നൈസായിരുന്നു. ഇതുപോലെ ഐസുകൾ കിടക്കുന്നത്. ഈ ഐസിൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മൾ വാരിയെടുത്ത് ചായയൊക്കെ ഉണ്ടാക്കിയത്. ഉള്ളിൽ തന്നെ പിന്നെ അലമ്പാക്കി ഇട്ടിട്ടുണ്ട് ഇവിടെയൊക്കെ. പക്ഷെ നമ്മൾ പോകുമ്പോൾ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. എല്ലാം നീറ്റായി എല്ലാ സ്പേസും ക്ലിയർ ആക്കി നേച്ചറിന് ഒരു രീതിയിൽ നശിപ്പിക്കാണ്ട് നമ്മൾ പോകുള്ളൂ. സ്പൂൺ കഴുകുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്താ സ്പൂൺ വൃത്തിയായ? അതെ, കാലത്തൊന്നും നമ്മള് അവിടെ സ്പൂൺ നമ്മള് വെറ്റിഷ് വെച്ച് തുടക്കുകയാണ് ചെയ്തുള്ളൂ. ബാക്കി പാത്രങ്ങള് ഐസില് പീപ്പി കഴുകി. ഇപ്പതേ സ്പൂണ് കഴുകും. അത് ഫുള്ളോ. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. പീപ്പിന്റെ ചായപ്പൊടി ഇടാണ്. ഐസിന് ചായപ്പൊടി ഇട്ട് തിളച്ച് വരുന്നുണ്ട്. പുള്ളിപ്പുള്ളി പഞ്ചസാര കേട്ടോ. അത് വല്ലാണ്ട് തട്ടണ്ട, താഴത്ത് വീണ് പോയി കഴിഞ്ഞാൽ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. പഞ്ചസാരയും കൂടി ഇട്ട് കേട്ടോ ഫുള്ള് ഇട്ടോ. ഇല്ല വെയിറ്റ് ഒന്ന് തിളക്കട്ടെ. നല്ല കടുപ്പത്തിലുള്ള ചായ ആയിരിക്കും. നമുക്ക് ഫിൽട്ടർ ചെയ്യാനോ ഒന്നിനും ഒരു സെറ്റപ്പും ഇല്ല. സോ എന്തായിരിക്കും എന്ന് കണ്ടറിയാം.
ഇന്നത്തെ കച്ചവടം പുറത്തേക്ക് എല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് ചായ കുടിക്കാം. മരേ ബോള. ഓക്കെ, അപ്പം നമ്മളിത് ചായ എടുത്ത് പീപ്പി ഒഴിക്കുകയാണ്. നല്ല കട്ടിയുള്ള ചായ. ഓഹാ, നല്ല കടുപ്പൻ ചായ കേട്ടോ. നമ്മള് കുറേശ്ശെ ചായ ഉണ്ടാക്കിയിട്ടുള്ളൂ. കുറ്റം പറയുന്നോ? നല്ല സെറ്റ് ചായ കൂടി. ഇത് നമ്മുടെ ഓവർനൈറ്റ് സോട്ട്സിന്റെ പാത്രം നമ്മൾ ഗ്ലാസ് ആക്കി ഉപയോഗിക്കുകയാണ്. നൈസായിട്ട് കളർ കാണുമ്പോൾ വേറെ പലതും തോന്നും, പക്ഷെ ഇത് ചായ തന്നെയാണ് കേട്ടോ. ഇത് കഴിഞ്ഞ് ചായപ്പൊടി മാത്രമായി ബാക്കി. സെറ്റ് ചായ ഇനി നമുക്ക് എടുത്ത് കുടിക്കാം. അപ്പൊ ചായ ആണെങ്കിലും നമ്മൾ പ്രോസ്റ്റിന് ഒരു കുറവില്ല. സോ കുടിക്കാം. ഇത്രയും പ്രതീക്ഷിച്ചില്ല. എല്ലാം സെറ്റ്, കറക്റ്റ് മാച്ച്. നമ്മള് ഉണ്ടായിരുന്ന നമ്മുടെ കയ്യിലുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും ബാക്കി ഒരുമിച്ച് തുലി കിട്ടും. എന്താ വരണം വെച്ചാൽ അതുപോലെ വിചാരിച്ചു. പക്ഷെ എല്ലാം ഭയങ്കര പെർഫെക്റ്റ് ആയിരുന്നു. സെറ്റ് ചായ. ഇനി നമ്മൾ ഈ ചായ കുടിക്കുന്നു. ഇവിടുത്തെ എല്ലാ ഈ അലമ്പ് സെറ്റപ്പുകളും റീപാക്ക് ചെയ്യുന്നു. ഇവിടെ എല്ലാം വന്ന പോലെ തന്നെ ആക്കുന്നു. തിരിച്ച് നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങുന്നു. അപ്പോൾ മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട്. അപ്പോൾ വലിയ മഴ വരണേക്കാട്ടും മുമ്പ് നമുക്ക് ഈ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇറങ്ങി താഴത്ത് ബസ് കിട്ടുന്ന സ്ഥലത്തേക്ക് എത്തുക എന്നുള്ളതാണ് പ്ലാൻ. സോ നമ്മളിത് ഇറങ്ങാണ്. നമ്മൾ വന്നപ്പോൾ ഉണ്ടായിരുന്ന പോലെ തന്നെ സ്ഥലത്തിനെ ഫുള്ള് വൃത്തിയാക്കിയിട്ട് നമ്മൾ നമ്മുടെ മലകൾക്ക് ടാറ്റ പറഞ്ഞിട്ട് തിരിച്ചിറങ്ങാണ്. യെസ്, ലോസ് ഗേറ്റ്സ്. ഇതുപോലെ നമുക്ക് വഴി കാണിക്കാനായിട്ട് ഇങ്ങനത്തെ കുറേ സിമ്പലുകൾ ഉണ്ടായിരിക്കും. ഇത് ഓസ്ട്രിയയിലായിരുന്നാണ് ഇങ്ങനത്തെ സിമ്പിൾ, ജർമ്മനിലാകുമ്പോൾ വേറെ ആയിരിക്കും. ഇങ്ങനത്തെ കുറേ സെറ്റപ്പ് ഉണ്ട്. ഇനി ഫുള്ള് മഞ്ഞില്ലാത്ത സിമ്പിൾ വഴികളാണ്. പക്ഷെ നമുക്ക് ഡിസ്റ്റൻസ് കുറേ കവർ ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞ് ബസ് എപ്പോഴാണെന്ന് നോക്കി തിരിച്ചു പോകണം. ഇത്ര നേരം ഐസിൽ കൂടെ നടന്ന കാരണം കാല് ഫുള്ള് തണുത്തിരിക്കുക. ഇപ്പോൾ ചെറുതായിട്ട് കാറ്റും കൂടി അടിക്കുമ്പോൾ കാലൊക്കെ നന്നായിട്ട് തണുക്കണം. ആ വെള്ളം ഇരിക്കണ കാരണം. ഇപ്പം ഇതിനിടയിൽ സോക്സ് ഒക്കെ മാറ്റി. ആ സോക്സ് നനച്ചു. വെള്ളത്തിലേക്കാണല്ലോ കാലിടുന്നത്. പിന്നെ ഏത് സോക്സ് ആയാലും ഞാൻ അത്ര നേരം ഇട്ടിരിക്കാലോ എന്നുള്ളൊരു മൈൻഡ്. എന്ത് സോക്സ് ഇട്ടാലും എന്നിട്ടാലും കാര്യമില്ല. ഷൂ ഫുള്ള് വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. വാട്ടർ പ്രൂഫ് ഷൂ ആണ്, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ ആങ്കിളിൻ്റെ ഒക്കെ ഇടയിൽ കൂടെ ഐസ് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുക. അപ്പോൾ ഐസ് ഫുള്ള് അതിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്ത് വെള്ളം ഫുള്ള് നിറച്ച് ഷൂവിനൊക്കെ നല്ല വെയിറ്റ് ആയിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഫ്രഷ് ആയിട്ടുള്ളൊരു സോക്സ് ഇട്ട് കഴിഞ്ഞാലും സോക്സ് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുന്നതോട് കൂടിയിട്ട് സോക്സ് ബാക്കി വെള്ളം ഫുള്ള് കുടിക്കും. അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഇങ്ങനെ തന്നെ അങ്ങോട്ട് എത്തുക വീട്ടിലേക്ക്, വേറെ ഒന്നും ചെയ്യാനില്ല. ഇങ്ങനെ നമ്മൾ അത്യാവശ്യം ടാസ്ക് ഏരിയകളൊക്കെ കടന്ന് നോർമൽ ടെറൈനിലേക്ക്, വാലി ഏരിയസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്നലെ കണ്ട വെള്ളച്ചാട്ടം, കുഞ്ഞൊരു വെള്ളച്ചാട്ടം. ഗഫാറൊക്കെ തീർന്നു തോന്നുന്നു. പക്ഷെ ഓരോ സ്റ്റെപ്പും സൂക്ഷിച്ചേക്കണം. ഇവിടെ നമ്മളിപ്പോ ഭയങ്കര ഈസായിട്ട് എടുത്തിട്ടാണല്ലോ. അപ്പൊ അതുകൊണ്ട് കുറച്ച് കോൺസെൻട്രേഷൻ കുറവാ. ഗാർഡ് ഡൗൺ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു പ്രശ്നം കാരണം നമ്മൾ വീട്ടിലെത്തുന്നവരെ ഗാർഡ് ഡൗൺ ചെയ്യരുത്. സൂക്ഷിക്കേണ്ട കാര്യം. ഓരോ സ്റ്റെപ്പും സൂക്ഷിച്ചേക്കണം. സ്വന്തം വരെ പിന്നെ നിങ്ങളെ കിട്ടിയ സ്ത്രീധരത്തൊക്കെ തരുമ്പോ എന്ത് റിലീഫാന്നറിയോ. എനിക്കൊക്കെ പ്രഷറൊക്കെ ഇപ്പോഴാണ് ഇറങ്ങി വന്നത്. ഇന്നലെ കയറിയത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എനിക്ക് പക്ഷെ സീരിയസ്ലി ടെൻഷൻ വന്നില്ല. എന്താണോ എനിക്ക് ഇങ്ങനത്തെ സംഭവങ്ങൾ വരുമ്പോൾ ഇപ്പോഴും ഉള്ള ഒരു സംഭവം ഒരു അഡ്രിനലിൻ റഷാണ്. പക്ഷെ അത് ഭയങ്കര ഡേഞ്ചറസാ. കാരണം എനിക്ക് അതിന്റെ റിസ്ക് മനസ്സിലാക്കാണ്ട് തന്നെ ഞാൻ വല്ലാണ്ട് ഇതാക്കും. അതാ അതിലേക്ക് കോമ്പിനേഷൻ ഉള്ളത് നല്ലതാ. ഒരാൾ ഇങ്ങനത്തെയും ഒരാൾക്ക് റിസ്ക്കും കാര്യങ്ങളും ഇത് അനലൈസ് ചെയ്യാൻ ഒരാൾ ഫ്രണ്ടില്, ഒരാള് ആൾക്കാർ ഗ്രൂപ്പായിട്ട് പോകുന്നുണ്ട്. ഒറ്റയ്ക്ക് ഒരിക്കലും ഇങ്ങനത്തെ പരിപാടികളൊന്നും പിടിക്കാണ്ടിരിക്കാണ് നല്ലത്. അറിയില്ല. ഇന്നലെ ഉണ്ടല്ലേ നമ്മൾ ആകെ കൂടെ എൻകൗണ്ടർ ചെയ്തത് 4 പേരെയാണ്. അതായത് കയറുമ്പോ 2 പേരെ, ഇറങ്ങുമ്പോ 2 പേരെ, പിന്നെ ഹാട്ടിൽ 2 പേര്. അതല്ലാണ്ട് വേറൊരു മനുഷ്യൻ ഉണ്ടായിരുന്നില്ല ഈ 2 ദിവസത്തിൽ നമ്മൾ കണ്ടത്.
നമ്മളിപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നത്. നമ്മളത് ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടെയാണ് നമ്മൾ പോയത്. ഇത്ര സ്നോ നമ്മള് ആക്ച്വലി അപ്പുറത്തെ സൈഡിലുള്ള ഫോട്ടോസ് ആണ് നോക്കിയത്. സമ്മറിന്റെ ഫോട്ടോസ് ആയിരുന്നു. വിന്ററിൽ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ സോ നമ്മള് മലയൊക്കെ കയറി ഇറങ്ങി വന്നു. മൊത്തത്തിൽ ഒരു ഓവറോൾ പറയുകയാണെങ്കിൽ ഒരു മിക്സ്ഡ് ആണ്. നമ്മൾ വിചാരിച്ച അത്രയ്ക്ക് ഈസി ആയിരുന്നില്ല. അത്യാവശ്യം നല്ല എഫേർട്ട് എടുത്തു. മീൻസ് എക്സോസ്റ്റഡ് ആവാനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞെങ്കിൽ മഞ്ഞ് കണ്ടല്ലോ, ഇത്ര ഈ ഒരു ഹൈറ്റിലൊക്കെ മഞ്ഞുണ്ടായിരുന്നു. അപ്പോൾ ഓരോ പോയിന്റിൽ ഒരു സൈഡിൽ ഒരു കാല് വെച്ച് കഴിഞ്ഞാൽ അടുത്ത കാലൊക്കെ വീണ്ടും കുഴിയിലേക്കായിരിക്കും. ചില പോയിന്റിൽ നമുക്ക് തന്നെ കയറി വരാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ആരെങ്കിലും വിളിച്ച് വലിച്ചു കയറ്റുക അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയെന്ന് പറയുകയാണെങ്കിൽ ഇനി ഇങ്ങനത്തെ ഹൈക്കൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മുടെ മെയിനായിട്ട് വേണ്ടത് വിന്ററിന്റെ മറ്റേ ഷൂ ഉണ്ട്. ആ ഒരു സംഭവം അത് നമുക്ക് എന്തായാലും വേണം. സ്നോ ഷൂ എന്ന് പറയും. അത് ഇതിന്റെ മുകളിൽ അറ്റാച്ച്, നമ്മുടെ ഷൂവിന്റെ മുകളിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. അത് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി സർഫസ് ഏരിയ കിട്ടും. അത് ഫോട്ടോ വേണമെങ്കിൽ ഞാൻ വെക്കാം. പക്ഷെ അപ്പോൾ ആ സാധനം ചവിട്ടി കഴിഞ്ഞാൽ നമുക്ക് സർഫസ് ഏരിയയിൽ ഫോഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ആയി പോകുന്നതുകൊണ്ട് സാധനം താവില്ല. അപ്പോൾ കുറച്ചും കൂടെ വിന്റർ ആണെങ്കിൽ സുഖമായിട്ട് നടന്നു പോകും. ഇപ്പോൾ ഇച്ചിരി സോഫ്റ്റ് ആയതുകൊണ്ട് കുറച്ച് താവുന്നുണ്ട്. നല്ല ഇതാണെങ്കിൽ അത് വെച്ച് പോവാം. അപ്പോൾ നമുക്ക് വിന്റർ ടൈമിലും ഹൈക്ക് ചെയ്യാൻ പറ്റും. നമ്മളിന്ന് അവിടെ ഉണ്ടായിരുന്ന ആ ഹട്ടിലുണ്ടായിരുന്ന ആൾക്കാരുടെ സാധനങ്ങൾ ഉണ്ട്. അപ്പൊ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷൂ അത് മുകളിലിരിക്കുന്നു. പിന്നെ നമ്മൾ സാധാരണ സ്റ്റെപ്പ് വയ്ക്കണ പോലെ എടുത്തു വെക്കുക. അപ്പൊ ഈ സാധനം അടിയിൽ താഴെ ഇരിക്കും. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ അത് കൂടെ വരും. അങ്ങനെ വരും. അപ്പോൾ നല്ല നൈസാണ്. ഫുൾ അടി കവേർഡ് അല്ല. അപ്പൊ മഞ്ഞിലേക്ക് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ എടുക്കാനും എളുപ്പമാണ്. അങ്ങനെ മൊത്തത്തിൽ സംഭവം നൈസാണ്. അപ്പൊ ആ ഒരു സംഭവം എന്തായാലും അടുത്ത പ്രാവശ്യം മസ്റ്റായിട്ട് വേണം. ഈവൻ നമ്മൾ സ്വന്തമായിട്ട് മേടിച്ചില്ലെങ്കിലും ഇവിടെ നോക്കിയപ്പോഴാണ് ഇവിടെ 5 മിനിറ്റിൽ റെന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾക്ക് മഞ്ഞ് ഇത്ര ഉണ്ടാവും അറിയാത്തത് കൊണ്ടാണ് നമ്മൾ ഇനിയിപ്പോ ഈ ഒരു ഏരിയയിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതൊരു ഓപ്ഷനാണ്. പിന്നെന്ന് പറയുമ്പോൾ DAVന്റെ മെമ്പർഷിപ്പ് എടുക്കുക. അതും ഇതാണ് ഇതിൽ നിന്നുള്ള ടേക്ക് അവേസ്. പിന്നെ ഇത്ര റിസ്ക് എടുത്ത് പോവാതിരിക്കുക, ഒറ്റയ്ക്ക് പോവാതിരിക്കുക, ഹൈക്ക് റെസ്പോൺസിബിലി. ഇത് ഞങ്ങൾ ഒരിക്കലും ഇത് മാതൃകയാക്കണം എന്ന് പറയില്ല. ഇതൊരു അഡ്വഞ്ചർ മാത്രമായിട്ട് എടുക്കുക. അപ്പോൾ ഞാൻ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ലൈക്ക്, സബ്സ്ക്രൈബ്, ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കുക. അത് പറഞ്ഞില്ല. അതെ, ബൈ.